സിസി അടിപൊളി ബ്യൂട്ടിയിൽ കണ്ട 8 മാസം പ്രഗ്നന്റ് ആട്ടോ 8 മാസം പ്രഗ്നന്റ് ആണ്. ഇന്നലെ എന്റെ കൂടെ നടന്നതാണ് ട്രെക്കിങ്ങിന് കേട്ടോ. നെക്സ്റ്റ് ടൈം ഐ കം വിത്ത് മൈ ഫാമിലി. യു സേ മൈ ഫാമിലി കം. So next time you go with his coming to my family, okay? You happy? Yeah, I'm very happy. Okay. Ego here nice person. അപ്പോൾ നമ്മളെ വിയറ്റ്നാമിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന റൈസ് വില്ലേജ് നിങ്ങൾ കണ്ടു. അവിടുത്തെ ടൂറിസത്തിന്റെ കഥ ഞാൻ പറഞ്ഞു. സിസി വെരി നൈസ്. കേരളത്തിനെ സംബന്ധിച്ചോളം നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ള സ്ഥലമാണ്. വെള്ളമുണ്ട്, എല്ലാ സൗകര്യവും, കാലാവസ്ഥ ഒക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പം നമ്മൾ ഇതിനെ പറ്റിയിട്ട് ശരിക്കും പഠിക്കണം കേട്ടോ. കണ്ടില്ലേ, കാലിന് സുഖമില്ലാത്തവർ വരെ വയസ്സായ ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നത്. അത്ര ഫ്രണ്ട്ലി ആയിട്ട് ഇവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ആൾക്കാർ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് അടിപൊളി ഫോട്ടോസ് എടുക്കുന്ന സ്ഥലമാണ്. ഇതാണ് നിങ്ങൾ കാണുന്ന റൈസ് വില്ലേജിൻ്റെ കാഴ്ചകൾ. ഇതൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയുണ്ടെങ്കിൽ സാധാരണ മലഞ്ചെരുവുകളിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള അരിൻ്റെ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ലാച്ചായി എന്ന് പറഞ്ഞ ഭാഗത്താണ് നെൽകൃഷിൻ്റെ മെയിൻ ഹെഡ്. ദിസ് വില്ലേജ് ജസ്റ്റ് കം ഗോ. ഓക്കെ, നോ പ്രോബ്ലം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ 1000 ഉറുപ്പ്യക്ക് ഒരു ദിവസം ഇതേപോലത്തെ സ്ഥലത്ത് നമുക്ക് നാട്ടിലെവിടെയെങ്കിലും പോയി നിൽക്കാൻ പറ്റുമോ? ഫുഡൊക്കെ ഉൾപ്പെടെ, എല്ലാം ഉൾപ്പെടെ. നമ്മളെ നാട്ടിലെ ഹോം സ്റ്റേ കോൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറേ സംഗതികളുണ്ട് കേട്ടോ. ഇവിടെ വിദേശികൾക്ക് ഇതൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇതേപോലെ വന്നിട്ട് ഗൈഡ് ഉണ്ടാവും ഇവർക്ക്. ഹായ് സിസി, ഗുഡ് മോർണിംഗ്. സിസി അടിപൊളി ബ്യൂട്ടിയിൽ കണ്ട 8 മാസം പ്രഗ്നന്റ് ആട്ടോ 8 മാസം പ്രഗ്നന്റ് ആണ്. ഇന്നലെ എൻ്റെ കൂടെ നടന്നതാണ് ട്രെക്കിങ്ങിന് കേട്ടോ. 8 മാസം പ്രഗ്നന്റ് ആണ്, പക്ഷേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വേറെ പ്രത്യേകത, ഇതാണ് വേറെ ഉഷാറ്. അപ്പം നമ്മൾ ഇന്ന് ബൈക്കിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. സിസിൻ്റെ ഹസ്ബൻഡിൻ്റെ ബൈക്ക് യാത്ര വേണമെങ്കിൽ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. എനിക്കൊരു സ്പെഷ്യൽ ഓഫർ തന്നതാണ്. ഇതാ ബൈക്ക്. ആ ബൈക്കിലായിരിക്കും നമ്മളെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ ഇന്നത്തെ സാപ്പയിലെ ഹോം ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. നമ്മൾ ഈ സിസിൻ്റെ നാട് ഹോം ടൗൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് കാഴ്ചകൾ, പ്രത്യേകതയുള്ള കാഴ്ചകൾ, അതും ബൈക്ക് റൈഡിൽ സ്പെഷ്യലായിട്ടുള്ള കുറേ ദൂരങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമ്മളെ പുതിയ എപ്പിസോഡിലേക്ക് ഹോം ടൗണിലെ വിയറ്റ്നാമിലെ സാപ്പയിലെ വില്ലേജിലെ യാത്ര തുടങ്ങുകയാണ്. അപ്പം നമ്മളെ ഈ യാത്ര സ്പെഷ്യലായിരിക്കുന്നു വിചാരിക്കുന്നു. ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങളും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മളെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അങ്ങനെ ഇവിടെ എല്ലാവരോടും യാത്ര പറയുന്നത് പോലെ തന്നെ ഈ നായയോടും നമ്മളെ യാത്ര പറയേണ്ടതാണ്. ഇവൻ രാത്രിയും രാത്രിയൊക്കെ നമ്മളെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാ ഇങ്ങനൊരു കാഴ്ച നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ പുറപ്പെടാൻ പോകട്ടോ. ഇനി ബൈക്കിലാണ് നമ്മളെ യാത്ര ഇന്നത്തെ. അപ്പം സ്പെഷ്യലായിട്ടുള്ള യാത്ര ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മഴ ഒന്ന് ചോർന്നിട്ടുണ്ട് കേട്ടോ. മഴ ഉണ്ടായിരുന്നു കാലത്ത്, മഴ ചോർന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച കണ്ടെങ്കിൽ, അപ്പം ഇവിടെ നിന്നിട്ട് ഈ കാണുന്ന മലഞ്ചെരുവിലൂടെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പം നമ്മൾ ഇതിലൂടെ പോയിട്ട് കുറേ ഇങ്ങനെ റൗണ്ട് അടിച്ച് അതിലൂടെ ആ ഗ്രാമങ്ങളിലൂടെ റോഡുകളിലൂടെയാണ് നമ്മൾ യാത്ര പോവുക. അതിലൂടെ പോയിട്ടാണ് നമ്മളിന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ സാപ്പ സിറ്റിയിലേക്ക് എത്തുന്ന യാത്രയാണ് ഇന്നത്തെ കേട്ടോ. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. കൂടെ ഉണ്ടാവുക. കാരണം നമ്മളെ യാത്രേൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടാകുന്ന സ്പെഷ്യൽ കാഴ്ചകളും സ്പെഷ്യലായിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ യാത്ര പുറപ്പെടുകയാണ്. സിസി, Hello. how you feel? Yes, very good. You happy? Yeah, I'm very happy. Okay. Ego here nice person. Here very Sisi, nice people. Sisi, Yeah. Sisi very nice. Thank you. Sisi nice? Yeah, this one for money. No, this no problem. Money no Okay. problem. Money Thank you different. Very much. Okay. Service good. Yeah. Friendship. Thank Right? you very much. Yeah, for you humanity. going Today, one night with my family. Next time I come with my family. Okay. You say my family come on. Okay. So next time you go with his coming to my family. Okay. See you. Say my children Children. and wife. Okay. What did I say? You say my wife, Iku wife. You and your family come on here. I am Okay. welcoming. Okay. So
It's like next time he's coming, so you coming with he, okay? Take care your daughter, coming with he, coming to my You family. will take care. Very good. I take care. I coming to pick out you. Yeah, okay? you have 2 children. Yeah, I have and 2 also children. coming another one. Yes, coming. You children, my children, play together. Yes. yes. Yeah. This is. Bye. Have a good day. thank you. See you again. Okay. What is this, Sisi? This one for what lah? From my village. Okay. For I do by hand. Yo. Yeah, I do by Okay. hand for my own. Okay. Handmade. Yeah, and so this one for handmade. I get to you. You help me to break, go to get for your family, for your daughter. Okay. Oh, thank you. Thank you. Thank you, Sisi. For Spania, for Sisi. Okay, Yeah. Sisi. Thank you very much for you staying with Okay. me. ഒരു ഹാൻഡ്മെയ്ഡിന്റെ സാധനമാണ് കേട്ടോ തന്നത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ സിസി, താങ്ക് യു വെരി മച്ച്. ഓക്കെ, മൈ ഓൾ പ്രെയർ വിത്ത് യു, ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു വെരി മച്ച്. ബൈ 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 ബൈ. അപ്പോൾ നമ്മൾ ബൈക്കിൽ പോവാട്ടോ. അങ്ങനെ നമ്മളെ വില്ലേജിൽ നിന്നും നമ്മൾ പുറപ്പെടുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ യാത്ര നമ്മൾ എങ്ങനെ ആയിരിക്കും എന്ന്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നമ്മളെ ബൈക്ക് പോകാൻ പോകുന്നത് കേട്ടോ. നമ്മളിത് കണ്ടില്ല, ബൈക്ക് ഓഫായി പോവും. ഇതേപോലെയുള്ള ഗട്ടറുകളും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വില്ലേജുകളിലേക്കാണ് ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വില്ലേജിലെ ഹൈവേ കൂടിയാണ് താങ്ക് യു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഞാൻ എന്താ പറയുക, വളരെ ത്രില്ലിലാട്ടോ. അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഇറങ്ങുക ചെയ്യുന്നത്. ഇവിടെ മുളൻ്റെ ഭാഗമാട്ടോ, മുളകളാണ് കൂടുതൽ കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളത്. വെയിൽ കൂടിയൊക്കെ പോകുന്നത്. ഇവിടെ വെള്ളമൊക്കെ ഒലിച്ചു വന്നതാട്ടോ. ഇവിടെ വെള്ളം മഴക്കാലത്ത് റോഡൊക്കെ പോയ സ്ഥലമാണ്. തൽക്കാലം സെറ്റ് ചെയ്ത സ്ഥലത്ത് കൂടിയാട്ടോ നമ്മൾ പോകുന്നത്. ട്രക്കിംഗ് ടൂറിൻ്റെ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷുകാർ ട്രക്കിംഗ് ടൂർ കേട്ടോ കണ്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി റൈസ് വില്ലേജിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. റൈസ് വില്ലേജ് വിയറ്റ്നാമിലെ സാപ്പയിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. വിദേശികൾ പ്രത്യേകമായിട്ട് വന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്. സാധാരണ മലഞ്ചെരുവുകളിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള അരിൻ്റെ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. അതും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഭംഗിയിലുള്ള കാരണം കൊണ്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ സ്കൂളുകളിൽ, ഗ്രാമങ്ങളിൽ പോലും സ്കൂളുണ്ട്. അതേപോലെ കണ്ടില്ല, ഇവിടെയൊക്കെ വലിയ സ്കൂളും കാര്യങ്ങളുമാണ്. ഭാവിയിൽ ഇവിടുത്തെ കുട്ടികളൊക്കെ ശരിക്ക് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാവാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് ശരിക്ക് എല്ലാ വില്ലേജുകളിൽ തന്നെ ചെറിയ ചെറിയ സ്കൂളുകൾ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ റൈസ് വില്ലേജിലേക്ക് എത്തി. റൈസ് വില്ലേജിൻ്റെ കാഴ്ചകളിലേക്ക് പോകട്ടെ നമുക്ക്. അരിൻ്റെ, അതായത് നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ടൂറിസമാണ് ഇവരെ മെയിൻ ഇൻകം കേട്ടോ. നെല്ലുകൾ ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിലും ഇതേപോലെ കൃഷികൾ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഇവർക്ക് ഇതേപോലെ നമ്മൾ ഹോം സ്റ്റേക്കുള്ള സൗകര്യങ്ങൾ ചെയ്താൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. കൂടാതെ അതിലൂടെ നമുക്ക് കൃഷികളിലോ നമ്മൾ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിലൊക്കെ വരുന്ന ചെലവുകൾ നമുക്ക് ഈ ടൂറിസത്തിലൂടെ നേടാൻ പറ്റും എന്നതാണ് വലിയൊരു സത്യം. റൈസ് വില്ലേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ മലഞ്ചെരുവ് ശരിക്ക് നല്ല ഭംഗിയായിട്ട് ഇവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ ദൈവത്തിൻ്റെ, പ്രകൃതിയുടെ ഭംഗി തന്നെയാണ് അതിനവർ നിലനിർത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാഴ്ചകൾ. വിയറ്റ്നാമിൽ ആരും ഇതുപോലൊരു കാഴ്ച കാണിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ വില്ലേജ് യാത്ര ഞാൻ സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ എനിക്ക് പല രാജ്യങ്ങളിലും പോയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഞാൻ എൻ്റെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് എൻജോയ് ചെയ്യുന്ന സ്ഥലം ശരിക്കും ഇതുപോലത്തെ വില്ലേജുകളിലും ഗ്രാമങ്ങളിലും കേട്ടോ. യൂറോപ്പിൽ പോലും ഇവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് കാണാം കേട്ടോ. കണ്ടില്ലേ ഈ വ്യൂ പോയിന്റുകൾ കണ്ടെങ്കിൽ ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ തന്നെ നോക്കി നിന്ന് ആസ്വദിക്കാം കേട്ടോ. ശരിക്കും നല്ല റോഡ് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ. നല്ല അടിപൊളി റോഡ് സൗകര്യമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല, വിജയിക്കുന്നത്. പിന്നെ വരുന്നവർക്ക് കോഫി ഷോപ്സ്, നിൽക്കാനുള്ള ഹോം സ്റ്റേസ്, ഇതൊക്കെ ഒരുക്കി എന്നത് കൂടി ഇവിടുത്തെ വലിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ റൈസ് വില്ലേജിലെ റൈസിൻ്റെ ഇത് കാണാനുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടോ. മറ്റേത് മെയിൻ റോഡാണ് സാപ്പയിലേക്കുള്ളത്.
ഇത് നമ്മൾ വില്ലേജിലേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ അവിടെ കണ്ട, ഇന്നലെ രാത്രിയൊക്കെ കണ്ട ആ മലൻ്റെ ചെരുവിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ നിന്ന ഭാഗമുള്ളത്. അത് ഇവിടെ നിന്ന് കാണുന്നില്ല, പക്ഷെ അവിടെ നമ്മൾ കണ്ടതാണ് ഈ കാഴ്ചകൾ അല്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ഈ തട്ടുകളായിട്ട് കൃഷി ചെയ്തത് കണ്ടെങ്കിൽ ഇതൊക്കെ നെല്ലാണ് കേട്ടോ, നെൽകൃഷിയാണ്. ഈ വില്ലേജ് ഈ നെൽകൃഷിയിലാണ് ശരിക്കും, നെൽകൃഷി വിത്ത് ടൂറിസം. ഇവിടെയൊക്കെ കണ്ടെങ്കിൽ നെല്ലിൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് നെല്ലെടുത്ത് കഴിഞ്ഞാൽ അത് ഇവർ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്റ്റേറ്റുകളിലേക്കോ രാജ്യങ്ങളിലേക്കൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ച വണ്ടികൾ കൊണ്ടുവന്നിട്ട് കേട്ടോ. എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് ഉണ്ട്. എത്ര ഗ്രാമങ്ങളായാലും ആ ഗ്രാമങ്ങളിലൂടെ ഇതുപോലെ ഇംഗ്ലീഷുകാരൊക്കെ നടന്നു പോകുന്നതിൻ്റെ കാരണം അവർ ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ്. കൂടാതെ എത്ര ദിവസം നിന്നാലും നമുക്ക് ചിലവ് വളരെ കുറവാണ്. കാരണം 300 രൂപ ഒക്കെയാണ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ചിലവ്. ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഒരു 500 രൂപ ആവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ 1000 ഉറുപ്പ്യക്ക് ഒരു ദിവസം ഇതേപോലത്തെ സ്ഥലത്ത് നമുക്ക് നാട്ടിലെവിടെയെങ്കിലും പോയി നിൽക്കാൻ പറ്റും. ഫുഡൊക്കെ ഉൾപ്പെടെ, എല്ലാം ഉൾപ്പെടെ. അതിൽ നമുക്ക് സ്ഥലങ്ങൾ കാണാനും എല്ലാത്തിനും ഗൈഡ് കാര്യങ്ങൾ ഒക്കെ ഉള്ള ഒരു സംഗതികളാണ് കേട്ടോ നമുക്കുള്ളത്. ഇങ്ങനെ നമ്മളൊരു റെയർ പാലത്തിലൂടെ കിടക്കുക കേട്ടോ. നേരെ തന്നെ റെസ്റ്റോറൻ്റാണ്. ഇതാണ് നമ്മളെ ചെറിയ കായലുകളിലും നമ്മളെ ചെറിയ നാട്ടിലെ വെള്ളക്കെട്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത്. എന്നും ഞാൻ പറയുന്നത്, എവിടെ പോയാലും ഞാൻ കാണുന്ന സംഗതികൾ. വിദേശികളെ നോക്കിയത് എത്ര വിദേശികളാണ് ഇവിടെ താമസിക്കുന്നതും, പിന്നെ ഇവിടെ വരുമാനം തന്നെ ഈ വിദേശികൾ. അതുകൊണ്ട് വിദേശികൾ ഇവരോടുള്ള റെസ്പെക്റ്റും ഇവർ കാണിക്കുന്ന സ്നേഹവും തന്നെയാണ് വിദേശികൾ ഇവിടെ വിട്ടു പോകില്ല കേട്ടോ. ചിലവില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ഹോം സ്റ്റേകളാട്ടോ, ഫുള്ള് ഹോം സ്റ്റേ ആണ്. നമ്മളെ നാട്ടിലെ ഹോം സ്റ്റേ കോൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറേ സംഗതികളുണ്ട് കേട്ടോ. ഇവിടെയാണ് ലാച്ചായി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇത് നെല്ലിൻ്റെ കണ്ടില്ല നിങ്ങൾ, നെല്ലെടുത്തിട്ട് ഇവർ കഴിഞ്ഞതിൻ്റെ ഭാഗം കേട്ടോ. എന്നിട്ട് ഇത് കത്തിക്കും, ഇവർ കൊടുക്കുകയൊക്കെ ചെയ്യും. ഈ ലാച്ചായി എന്ന് പറഞ്ഞ ഭാഗത്താണ് നെൽകൃഷീൻ്റെ മെയിൻ ഹെഡ് കിടക്കുന്നത്. ഇവിടുത്തെ ബ്യൂട്ടി കണ്ടില്ല നിങ്ങൾ. ഇവിടെ വിദേശികൾക്ക് ഇതൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇതേപോലെ വന്നിട്ട് ഗൈഡ് ഉണ്ടാവും ഇവർക്ക്. ഇത് കണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാം. ഈ നെല്ലുകൾ ഇവർ കട്ട് ചെയ്ത് വെക്കും. അതാണ് തട്ടായിട്ട് ആ ഭംഗി കാണുന്നത് കേട്ടോ. നമ്മൾ പിക്ചറിൽ കാണുന്ന ആ ഭംഗിയായ സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ ലാച്ചായിൽ. ലാച്ചായി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ കണ്ടില്ല നിങ്ങൾ കാഴ്ചകൾ. ഇതാണ് ലാച്ചായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൈസിൻ്റെ സ്ഥലം, അത് റൈസ് വില്ലേജ്, അതിൻ്റെ മെയിൻ ഹബ്ബ് സ്ഥലമാണ്. അതാണ് ഇവിടുന്ന് കാഴ്ചകൾ. ഇവിടെ കണ്ടെങ്കിൽ യൂറോപ്പിലെ സ്ത്രീകൾ കണ്ടില്ലേ, കാലിന് സുഖമില്ലാത്തവർ വരെ വയസ്സായ ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നത്. അത്ര ഫ്രണ്ട്ലി ആയിട്ട് ഇവർ ടേക്ക് കെയർ ചെയ്യും ഇവിടെ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇത് കണ്ടതൊക്കെ അധികം ഇതിൽ ഹോം സ്റ്റേസ് ആട്ടോ. ഈ ഹോം സ്റ്റേകളിൽ നമുക്ക് താമസിക്കാൻ നാട്ടിൽ 300 രൂപയേ വരുള്ളൂ. ഈ സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് നമ്മളെ നാട്ടിൽ താമസിക്കണമെങ്കിൽ നമുക്ക് എത്ര കാശ് ചിലവാക്കേണ്ടി വരും? അപ്പം 300 രൂപയേ വരുള്ളൂ. 50,000 രൂപ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെ നമുക്ക് ഇതുപോലത്തെ കാഴ്ചകൾ കണ്ട് ഹോം സ്റ്റേ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു ഭയങ്കര അറിവായിരിക്കും. നമുക്ക് നേരിട്ട് പോയിട്ട് അവരായിട്ട് സംസാരിച്ച് ഇവിടെ ചെയ്യുന്ന സിസ്റ്റങ്ങൾ സ്വന്തം തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അനുഭവിച്ച് മനസ്സിലാക്കി തിരിച്ചെത്തി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം കേട്ടോ. യൂറോപ്യൻസിനെ നാട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ടൂറിസം ഡെവലപ്പ് ആവാനുള്ള ഏറ്റവും വലിയ വഴികൾ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കാഴ്ചകൾ കാണുമ്പോഴാണ് നമുക്ക് ഏത് രീതിയിലാണ് നാട്ടിൽ നമ്മൾ ചെയ്യേണ്ടത്. കുറേ പൈസ ചിലവാക്കുക എന്നുള്ളതല്ല, നമ്മൾ കാഴ്ചപ്പാടുകളാണ്, കോൺസെപ്റ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും? ഇവിടെയും ബാലിയിലും പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് എന്താണെന്ന് പറയുന്നത്, ഇവിടെ വളരെ ചിലവ് കുറവാണ്, പക്ഷേ ബാലിയിൽ ഇന്ന് ഭയങ്കര എക്സ്പെൻസീവായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂറോപ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കേരളത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ ടൂറിസത്തിൽ നമുക്ക് എപ്പോഴും കിട്ടേണ്ടത് യൂറോപ്യൻസാണ്. അവർ വലിയ എക്സ്പെൻസ് ചിലവാക്കൊന്നുമില്ല, പക്ഷേ അവർ റെഗുലറായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച 10 ദിവസമൊക്കെ ഒരേ സ്ഥലത്ത് നിൽക്കും. അതൊക്കെയാണ് നമ്മൾ ബെനിഫിറ്റായിട്ട് കാണേണ്ടത്. അപ്പോൾ യൂറോപ്യൻസിനെ നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, നമ്മളെ നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹോം സ്റ്റേ ചിലവ് കുറഞ്ഞ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ വന്ന് പഠിക്കാം. 50,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ പഠിക്കട്ടോ. അടിപൊളി, യു സേ അടിപൊളി, അടിപൊളി, യെസ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇത് പോകാട്ടോ. എനിക്ക് ഇവിടുന്ന് പോരാൻ തോന്നില്ല, ഓനെങ്ങനെ കാത്തിരിക്കുക. നിങ്ങൾ കണ്ടില്ല, ഞാനിങ്ങനെ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ കാണുന്ന പല വീടുകളും ഹോം സ്റ്റേകളാട്ടോ. അങ്ങനെ നമ്മൾ കാഴ്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കമ്പനികളൊക്കെ അപ്പുറം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളെ നാട് പോലെ തന്നെയാണ് ഇവിടെ. കുറച്ച് ഡെവലപ്പ് ആകുമ്പോഴേക്ക് വലിയ കമ്പനികൾ വന്ന്, മൾട്ടിനാഷണൽ കമ്പനികൾ വന്ന് സാധാരണക്കാരൻ്റെ ടൂറിസത്തിൻ്റെ സ്റ്റൈലും
ഒക്കെ മാറ്റി ഒക്കെ സിസ്റ്റാക്കി ഭയങ്കര എക്സ്പെൻസീവ് ആക്കി മാറ്റും. സ്വന്തം കൃഷി ചെയ്ത സാധനങ്ങൾ കൊണ്ടുവന്ന് ഇതേപോലത്തെ സ്ഥലത്ത് നിന്ന് വെക്കുന്ന അമ്മമാർ, ഇതുപോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ. ഇതൊക്കെ പിന്നെ നമ്മളെ നാട്ടിൽ, നമ്മൾ തമിഴ്നാട്, നമ്മളെ ഓരോരോ ഭാഗങ്ങളിലേക്ക് പോയാൽ എല്ലാ സ്ഥലത്തും ചിക്കൻ്റെ കളിയാണ്. ചിക്കൻ ഇവർ കണ്ടില്ലേ, ചിക്കൻ ഭയങ്കര വില കുറവാട്ടോ. നമുക്ക് CC തന്നിട്ടാൽ പേഴ്സുകൾ, ഹാൻഡ് മെയ്ഡ് പേഴ്സുകൾ വിൽക്കുന്നതാണ്. ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇതിന് കണക്ടിവിറ്റി ആക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ ഇടയിൽ കൂടിയ ഇതിന് കണക്ടിവിറ്റി അവിടെ കണ്ടില്ല നിങ്ങൾ, പാലങ്ങളെ കളിയുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. വിഷ് യു ഹേ വാം വെൽക്കം. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ഡെവലപ്പുമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അടിപൊളി ഒരു ലൊക്കേഷൻ എത്തിയപ്പോൾ നിർത്തിയത് കേട്ടോ. ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടുത്തെ ഭംഗി എന്തൊക്കെയാണ്, ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇഷ്ടംപോലെ ഒരു എന്താ പറയുക, ടൂറിസ്റ്റ് പോയിന്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ആൾക്കാർ, ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് അടിപൊളി ഫോട്ടോസ് എടുക്കുന്ന സ്ഥലമാണ്. ഇതാണ് നിങ്ങൾ കാണുന്ന റൈസ് വില്ലേജിൻ്റെ കാഴ്ചകൾ. കണ്ടില്ല നിങ്ങൾ, ഏത് മലമുകളിലും ഇവർ നെല്ലിൻ്റെ കൃഷി തട്ടുതട്ടായിട്ട് ചെയ്തതാണ്. ഇത് നമ്മൾ ശരിക്കും നോക്കിക്കണ്ട് പഠിക്കാനുള്ളതാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ശരിക്ക് ഇതിൽ കുറേ ഭാഗങ്ങൾ തമിഴ്നാടൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ കേരളത്തിൽ അത് ഉപയോഗപ്പെടുന്നില്ല. തമിഴ്നാട്ടിലാണെങ്കിലും ടൂറിസത്തിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വരുമാനം 10 മടങ്ങാണ് നമുക്ക് വർദ്ധിക്കുക. കണ്ടില്ല നിങ്ങൾ, ഈ ഒരു മലനെ ഫുള്ള് റൈസാക്കി മാറ്റി, റൈസിൻ്റെ മലാക്കി മാറ്റി. അപ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതുപോലത്തെ സ്ഥലങ്ങൾ നമുക്ക് ശരിക്കും കേരളത്തിനെ സംബന്ധിച്ചോളം നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ള സ്ഥലമാണ്. വെള്ളമുണ്ട്, എല്ലാ സൗകര്യവും, കാലാവസ്ഥ ഒക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പം നമ്മൾ ഇതിനെ പറ്റിയിട്ട് ശരിക്കും പഠിക്കണം കേട്ടോ. ശരിക്കും പഠിച്ച് നമ്മളെ ആൾക്കാർ ചെയ്യണം. നമ്മളെ ഗ്രാമങ്ങളിലുള്ളവർ ഇവിടുത്തെ ആൾക്കാരെ പോലെ തന്നെ ഗ്രാമക്കാരായിട്ട് ജീവിക്കുകയും എന്നാൽ അവരേൽ സമ്പത്ത് ഉണ്ടാവുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാടിൻ്റെ ഉയർച്ചയ്ക്ക് ഒരു സംശയമില്ല കേട്ടോ. നമ്മളെ കേരളത്തിൽ എന്ത് വരുമാനക്കുറവുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള സംവിധാനം നമ്മളെ കേരളത്തിൻ്റെ ഭംഗിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ ഗ്രാമങ്ങളിലെ ആൾക്കാർ എവിടെയും സിറ്റി പോലും കണ്ടിട്ടില്ല, ഇവർക്ക് ഒന്നും അറിയില്ല ഇവർക്ക്. പക്ഷെ ഇവരെ നാട്ടിൽ ഇവർ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നു. കൃഷീൻ്റെ വരുമാനം ഒന്നുണ്ട്. ഇതല്ലാതെ തന്നെ ടൂറിസം കൊണ്ട് അതിൻ്റെ 10 ഇരട്ടി ബെനിഫിറ്റ്സ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു സീസൺ ടൈം ഒന്നുമല്ല. പക്ഷേ ഈ സീസൺ ടൈം എല്ലായിട്ട് പോലും ഇവർക്ക്, ഞാൻ CCനോടൊക്കെ ചോദിച്ചപ്പം CCക്കൊക്കെ നല്ല വരുമാനമാണ്. അപ്പോൾ ഇവരെ കാശുകൾ കിട്ടാനും കുട്ടികളെ പഠിക്കാനും പഠിപ്പിക്കാനും അവരുടേതായ രീതിയിൽ ഗ്രാമത്തിൻ്റെ ജീവിതം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഒരു അത്യാവശ്യം സമ്പത്ത്. അവർക്കൊക്കെ ഈ ഗ്രാമങ്ങളിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സമ്പത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവരെ ജീവിതം മുട്ടാതെ, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലാതെ, കുട്ടികളുടെ വിദ്യാഭ്യാസം, നല്ല ഡ്രസ്സ്, നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ നമ്മളിന്ന് കൃഷി ചെയ്യുമ്പോൾ ഇല്ലാതായി പോകുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ കിട്ടും? ഈ ടൂറിസം കൂടി ഉൾപ്പെടുത്തിയാൽ കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയുന്ന പാക്കേജ്. ഇതുപോലത്തെ റോഡുകളിലൂടെയാണ്. ഇവിടെ ഒന്നും ടാറോ കോൺക്രീറ്റോ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഇതുപോലത്തെ നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ ഈ റിസ്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡിലൂടെ ഇവർക്കിത് വിഷയമൊന്നുമല്ല, അവർ പോയിക്കൊണ്ടിരിക്കുന്ന റോഡുകൾ തന്നെയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, നമ്മൾ ഇതുപോലത്തെ എത്ര സ്ഥലങ്ങൾ നമ്മൾ അവിടെ ഉണ്ടല്ലേ, അടുത്ത കണ്ടങ്ങൾ എത്ര സ്ഥലങ്ങൾ നമുക്ക് ഇതേപോലെ ഉണ്ട്. ഈ സ്ഥലങ്ങളിൽ നമ്മൾ ശരിക്കും ഇത് ചെയ്താൽ ഇതിൻ്റെ ഭംഗി നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നില്ല, വീഡിയോയിൽ. ഓ, നമ്മൾ ആ ബ്രിഡ്ജിലൂടെ ഉള്ള യാത്ര കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇതാ ഇവിടെ അണക്കെട്ടാണ്. ഓക്കെ, ഇവിടെ അണക്കെട്ടാണ് കേട്ടോ. അണക്കെട്ടിൻ്റെ അവിടെയാണ് ഇതിൻ്റെ വ്യൂ ആക്കി വെച്ചത് ഇവർ. അതാ വെള്ളം അവിടുന്ന് അതാ ഒലിച്ച് ചാടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകും. ഈ വെള്ളമാണ് നേരത്തെ അതിൽ കൂടി പോകും നമ്മൾ കണ്ടത് കേട്ടോ. ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ, ചാടിപ്പിടിച്ച് പോയിട്ട് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ വലിയ റെസ്റ്റോറൻറ്റുകൾ സൈഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ അത് ചെയ്യുമ്പോൾ വലിയ എക്സ്പെൻസീവ് ഒന്നും ആയിരിക്കും. അതാണ് മെയിൻ പ്രത്യേകത കേട്ടോ. ദിസ് ഈസ് മോം. മോം, ഗുഡ്.
Thank you. No. But you should maybe the girl village. You This village just come go. Okay. Okay, no problem. No problem. ഓക്കെ ഞാൻ ഈ ഡ്രസ്സ് മോം വില്ലേജ് ആട്ടോ. അപ്പോൾ മോം വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു വിഭാഗമുണ്ട്, അവർക്കൊരു ഭാഷയും ഒരു രീതിയൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നതുകൊണ്ട് ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട്, നീ ആ വില്ലേജ് ഇവിടെ നിൽക്കണ്ടാന്ന്. പക്ഷെ അത് വിറ്റാക്കി പറഞ്ഞ കേട്ടോ, പ്രോബ്ലംസ് ഒന്നുമില്ല. ഇതൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയുണ്ടെങ്കിൽ ഈ വ്യൂവിലേക്കുള്ള റെസ്റ്റോറൻറ്റ്, ഇതൊരു കാഴ്ച തന്നെ കേട്ടോ നമ്മൾ കാണേണ്ടത്. ഇതേപോലെ നമുക്ക് റെസ്റ്റോറൻറ്റുകൾ ഒരു സൈഡിന് നിർമ്മിക്കാൻ കഴിയണം, നീളത്തിൽ. അപ്പോഴാണ് അതിൻ്റെ വ്യൂ വരുന്നത്. കണ്ടില്ല നിങ്ങൾ? ഇവിടെ സപ്പാന മൗണ്ടൻ റിട്രീറ്റ്. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഇതേപോലെ റെസ്റ്റോറൻറ്റുകൾക്കുള്ള ചാൻസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് മടുത്തോ? ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് മടുത്തോ ഇല്ലേ? നമ്മൾ ഭംഗി തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ, ഉണ്ടാവില്ല. ഭംഗി തന്നെയല്ലേ അല്ലേ? കണ്ടുകൊണ്ടിരിക്കല്ലേ, നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ സന്തോഷം എത്ര ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് കാണുന്ന നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ മാത്രമേ നിങ്ങളെ കമൻറ്റും നിങ്ങൾ പറയുന്ന സന്തോഷവുമാണ് എനിക്ക് വീണ്ടും വീണ്ടും ഉത്തേജനമാവുന്നത്. അറിയോ? ആ എനർജിയാണ് വേണ്ടത്. അപ്പം നിങ്ങളിത് കണ്ടിട്ട് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ യാത്ര അപ്പോഴാണ് എനിക്ക് പൂർത്തിയാവുന്നത്. നിങ്ങളെ കമൻറ്റ് കിട്ടുമ്പോഴാണ് ഇത്. ഇനി മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ മാറ്റം വരുത്തേണ്ടിയുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ, കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു വ്യത്യസ്തത കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ റൈസ് വില്ലേജിൻ്റെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോരുക കേട്ടോ. ഇനി അടുത്ത ടൈപ്പ് വില്ലേജുകളിലേക്കാണ്. കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ട്. അവിടെ നമ്മൾ വേറെയുള്ള കാഴ്ചകൾക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റൈസ് വില്ലേജിൻ്റെ ലോങ് വ്യൂസാണ്. നമ്മളിത് മേലോട്ട് കയറി ആ താഴ്വര, നമ്മളൊരു താഴ്വരൻ്റെ മേലെ നിന്നിട്ടും താഴ്വരയിലേക്ക് വരികയും ആ താഴ്വരയിലെ കാഴ്ചകൾ കണ്ട് ഇതാ തിരിച്ച് നമ്മളിവിടെ എത്തിയിട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ഉള്ള സൗകര്യങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ എല്ലാ മലകളും തമ്മിൽ കണക്ടിവിറ്റി ആയിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ മലകൾ കാണുന്നുണ്ടോ മഞ്ഞിൻ്റെ അപ്പുറം? അതിൻ്റെ അപ്പുറത്തെ സൈഡ് ചൈനയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അതിർത്തി പോയിന്റുകൾ ഇവർക്ക് കറക്റ്റാണ്. പക്ഷെ ഇവിടെ വില്ലേജിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ചൈനൻ്റെ കാര്യം എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ചൈന എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇഷ്ടമല്ലാണോ പേടിയാണോ ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതികൾ കേട്ടോ. ഇത് വലിയ ഒരു റിസോർട്ടാണ് ശരിക്കും. ആ വ്യൂ പോയിന്റിൽ ഇവർ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് വലിയ മൾട്ടി കമ്പനിയാണ്. ഈ കൺസ്ട്രക്ഷൻ എന്തായാലും കണ്ടാൽ അറിയാം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടില്ല നിങ്ങൾ? ഇതിൻ്റെ ലോങ് കാഴ്ചകളുണ്ട്. ആ മെയിൻ റോഡിലേക്ക് തിരിച്ചെത്തി. ഇവിടെ നിങ്ങൾ വാങ്ങുന്ന ആൾക്കാരെ കണ്ടെങ്കിൽ ചെറിയ കച്ചവടത്തിന് ഫുള്ള് ഇംഗ്ലീഷുകാരാണ് കേട്ടോ. ഫുള്ള് യൂറോപ്യൻസാണ് ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. വിദേശികളെ കച്ചവടം നമ്മളെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നമ്മളൊരു മൈൻഡ് ടച്ചും നല്ലൊരു പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് വലിയ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. അത് കണ്ടില്ല നിങ്ങൾ? കൺസ്ട്രക്ഷൻ രീതി കണ്ടാൽ തന്നെ അറിയാം, വലിയ വലിയ ഗ്രൂപ്പായിരിക്കും അത്. അപ്പം നമ്മൾ വിയറ്റ്നാമിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന റൈസ് വില്ലേജ് നിങ്ങൾ കണ്ടു. അവിടുത്തെ ടൂറിസത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞു. അവിടെ നമ്മളെ നാട്ടിൽ ടൂറിസ്റ്റോ കാര്യങ്ങളോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് രീതിയിൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഭംഗിയോണ്ട് ഒരു 10 കളിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ചെറുങ്ങനെ മഴയൊക്കെ പൊടിയുന്നുണ്ട്. അപ്പം ഇനി അടുത്തത് നമ്മൾ കാറ്റ് വില്ലേജ് എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ് പോകുന്നത്. അപ്പം ആ യാത്രയിലാണ്, നല്ല മലഞ്ചെരുവിലൂടെ നല്ല റോഡിലൂടെയുള്ള യാത്രയാണ്. അപ്പം നമ്മൾ ആ അടുത്ത എപ്പിസോഡ് നിങ്ങൾ തുടർന്ന് കാണുക കേട്ടോ. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കാരണം 2 രീതിയാണ്. ഒന്ന് ടൈം കൂടുതലായതുകൊണ്ട് ഒരു എപ്പിസോഡ് കാണുന്നതിലും ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടൂല. തിരിച്ച് അതേപോലെ ഓരോരോ വില്ലേജുകളും ഓരോ പ്രത്യേകതകളും നമ്മൾ പകർത്തേണ്ട കാര്യങ്ങളും അതിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തത് നമ്മൾ അടുത്ത വില്ലേജിലേക്ക് എത്തും വരെ ബായ്. തുടർന്ന് കാണാം കേട്ടോ. തുടർന്ന് കാണാൻ നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത്. വീണ്ടും ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നന്ദി.